അപ്പോൾ ഹലോ ഗൈസ്, ഞാനാണ് അഭിനവ് കൃഷ്ണ ഫ്രം ജാപ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫോൺ കാണിക്കാൻ പറ്റില്ല ഗൈസ്. ഞാനപ്പോൾ താഴെ ഈ സാധനം എന്താണെന്ന് നോക്കണ്ടാവും ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബേബ്ലേഡ് വീഡിയോ എടുക്കാൻ പോകുന്നു ഗൈസ്. യെസ്, ഫസ്റ്റ് ടൈം ആയിട്ടാണ് ബേബ്ലേഡ്. അപ്പോൾ ഗൈസ്, ഞാൻ ബേബ്ലേഡ് ഓർഡർ ചെയ്തു ഗൈസ്, മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ 4 മെറ്റൽ പോലത്തെ ബേബ്ലേഡ്സ് വന്നിട്ടുണ്ട്, പാർട്സൊക്കെ അഴിക്കണ പോലെ. 2 ലോഞ്ചേഴ്സും പിന്നെ പിന്നാലത്തെ ആ സാധനം ഫിക്സ് ആക്കാൻ 2 സാധനങ്ങളും. അപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ആ ഫിക്സ് ചെയ്യാനുള്ള സാധനം. ഇതാണ് ലോഞ്ചേഴ്സ് ഗൈസ്. ഇതാ 2 ലോഞ്ചർ, 2 റിപ്കോഡ്, പിന്നെ ബേബ്ലേഡ്സ് കാണിച്ചു തരാം ഗൈസ്. ഓരോരോ ഓർഡറായി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ ബേബ്ലേഡ്. സ്വാഡ് സ്കോർപ്പിയോ എന്നാണ് പേര് ഇതിൻ്റെ. സ്വാഡ് സ്കോർപ്പിയൻ്റെ ഇതാണേ. അപ്പം ഞാൻ സ്കോർപ്പിയൻ്റെ വാലിൻ്റെ പിന്നാലെ സ്വാഡ് ഇട്ട് വെച്ചു. അപ്പോൾ അതാണ് സ്വാഡ് സ്കോർപ്പിയോ. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നല്ല പവർഫുള്ളാണ് ഗൈസ്. ഇതിൻ്റെ കണ്ട സൈഡത്തെ സാധനം ഫുള്ള് സർക്കിളാണ്. ബാക്കി ബേബ്ലേഡ്സിനൊക്കെ സ്വാഡ് പോലെ സൈഡിൽ ഇങ്ങനത്തെ ഷാർപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. എൻ്റെ ഒന്നുമില്ല, സാധാ ഒരു തന്നെ, പക്ഷെ നല്ല പവർഫുള്ളാണ്. പിന്നാലെയുള്ള സാധനം ഇതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എന്താണ് സ്പെഷ്യൽ മൂവ്സ് ഉണ്ട് ഗൈസ്. ഇത് ചുറ്റുമ്പോൾ ഫ്ലവർ പോലെ ഇങ്ങനെ ഫ്ലവർ പോലെ ഇടയ്ക്ക് ചുറ്റും. അപ്പോൾ സ്വാഡ് ഫ്ലവർ പറഞ്ഞൊരു സ്പെഷ്യൽ മൂവ്. പിന്നെ ഇത് ഔട്ടർ തൊട്ട് അങ്ങനെ മെല്ലെ വന്ന് സെൻറ്ററിലേക്ക് പോകും. അപ്പോൾ അതിനെയാണ് സ്പിന്നിങ് സ്കോർപ്പിയൻ എന്ന് പേരിട്ടു ഗൈസ്. അപ്പോൾ അതാണ് എൻ്റെ ബേബ്ലേഡ് സ്വാഡ് സ്കോർപ്പിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ബേബ്ലേഡ് ഇതാ ഗൈസ്, റെഡ് കളർ. ഇത് വേദുവിൻ്റെയാണ് ഗൈസ്. സ്പൈഡർ ബിഗ് ബീസ്റ്റ് ആണ്. അപ്പം അതിന് വെബ് ഫാങ് എന്നാ പേര്. വെബ് ഫാങ്. ഇത് പല്ലുപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെബ് സ്പൈഡർ അല്ലേ, അപ്പോൾ വെബ് ഫാങ് ഇട്ടു. റെഡ് കളറാണ് ഗൈസ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്, കണ്ട, നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല പവർഫുള്ളുമാണ്. ഇതാണ് സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ. ഇതാ പിന്നാലെ ഇങ്ങനെ ഒരു റൗണ്ട് ഇതുപോലെയാണ് സാധനം. ഓക്കെ, പിന്നെ എൻ്റെ സ്പെഷ്യൽ മൂവ്സ് സ്റ്റിക്കി സെൻറ്റർ. ഇത് എപ്പോൾ ആക്കുമ്പോഴും എവിടെ നിന്ന് ലോഞ്ച് ചെയ്താലും ഇത് കറക്റ്റ് സെൻറ്ററിൽ വന്ന് നിന്ന് ചുറ്റും. അത് കാരണം സ്റ്റിക്കി സെൻറ്റർ എന്നാണ് പേര്. ഇത് ആമി ചേച്ചിക്ക് വേണ്ടി ഗൈസ്. ഇത് വേദുവിന് വേണ്ടി. ഇത് റെഡ് കളർ. ഇത് ആമി ചേച്ചിക്ക് വേണ്ടി. ഡ്രാഗൻ്റെയാണ് ഗൈസ്, ഗ്രീൻ കളർ ഡ്രാഗൻ. അപ്പോൾ അതിൻ്റെ പേരാണ് ഫ്ലോറൽ ഡ്രാഗോ. ഫ്ലവർ പോലെ ഇല്ലേ ഗൈസ്, ഈ പച്ച കളർ സാധനം ഫ്ലവർ പോലെ ഇല്ലേ, അപ്പോൾ ഫ്ലോറൽ ഡ്രാഗോ എന്നിട്ടു. എന്താ ഗൈസ്, എൻ്റെ ആ പിന്നാലത്തെ അതേ പച്ച കളർ സാധനം പോലെയാണ്, പക്ഷെ പിന്നാലെയുള്ള ഈ സാധനം ഡിഫറെൻ്റ് ആണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല, സെർച്ച് ചെയ്ത് നോക്കണം, കമൻസിൽ അറിയണമെങ്കിൽ ഇട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇതാണ് ഡ്രാഗൻ്റെ ആണ്, ഫ്ലോറൽ ഡ്രാഗൻ. ഇതിൻ്റെ സ്പെഷ്യൽ മൂവ് എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു ഡ്രാഗൻ വേൾവിൻ്റെ പറഞ്ഞിട്ട് എന്തോ ആക്കി. അത് വർക്കാവോ എന്നേ അറിയില്ല. ഓക്കെ, പിന്നെ അടുത്തത് ഇതും ഒരു വെബ് ഫാങ് ആണ് ഗൈസ്, പക്ഷെ വേറെ ഡിസൈനാണ്. ഞാൻ റെഡ് കളർ കാണിച്ചില്ല, അതിൻ്റെ ഗ്രീൻ കളർ ഡിസൈനാണ് ഗൈസ്. അപ്പോൾ ഇതാണ്. ഇതെൻ്റെ അമ്മയാണ് യൂസ് ചെയ്യുക ഗൈസ്. വെബ് ഫാങ് ആണ്, പക്ഷെ ഗ്രീൻ കളറാണ്. അതേ മൂവ്സ് തന്നെ ഗൈസ്, സ്റ്റിക്കി സെൻറ്റർ പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇതിൽ ഞാൻ എന്താണ് ഈ ബേബ്ലേഡിൻ്റെ കൂടെ എല്ലാ ബേബ്ലേഡും കൂടി ഓരോരോ ബേബ്ലേഡായി ഫൈറ്റ് ചെയ്യും ഗൈസ്. വീക്കസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് വെച്ചിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. ആര് ജയിക്കും നോക്കിയോ ഈ എല്ലാ ബാറ്റിലും, നോക്കിക്കോ ഗൈസ്. ഓക്കെ, ഞാൻ അപ്പോൾ ലോഞ്ചർ സെറ്റ് ആക്കട്ടെ ഗൈസ്. ഇപ്പോൾ ലോഞ്ചേഴ്സൊക്കെ സെറ്റാക്കി. ഫസ്റ്റ് ഞാൻ ഈ ബേബ്ലേഡ് ബ്ലൂ കളർ ബേബ്ലേഡ് എൻ്റെ സ്വാഡ് സ്കോർപ്പിയോ, പിന്നെ വെബ് ഫാങ് ഗ്രീൻ കളർ വെബ് ഫാങ് എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നത് ഗൈസ്. ഇതാണ് ഏറ്റവും വീക്കസ്റ്റ്. എന്താണെന്ന് അറിയില്ല, ഇത് വീക്കാണ്. ഓക്കെ, അപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോണ്. ഫസ്റ്റ് ഇത് ലോഞ്ച് ചെയ്ത് ബ്ലൂ കളർ ലോഞ്ച് ചെയ്തിട്ട് ഇത് ലോഞ്ച് ചെയ്യുക ഗൈസ്. നോക്കിക്കോളൂ ഗൈസ്. ചുറ്റിൻ്റെ അറ്റാക്ക് ആവുന്നുണ്ട്. ആരെ ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും. ബ്ലൂ തന്നെ ജയിച്ചു ഗൈസ്. ഓക്കെ, ഞാൻ അടുത്ത ബേബ്ലേഡ് റെഡ് കളർ ബേബ്ലേഡാണ് ഗൈസ്. ഞാൻ ലോഞ്ചർ സെറ്റ് ആക്കട്ടെ ഗൈസ്. റെഡ് കളർ ബേബ്ലേഡ് അല്ല, ഗ്രീൻ കളർ ബേബ്ലേഡാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ സ്വാഡ് സ്കോർപ്പിയോ ബ്ലൂ കളർ ബേബ്ലേഡ് വേഴ്സസ് ഗ്രീൻ കളർ ബേബ്ലേഡ് ആം ചേച്ചിറ ഫ്ലോറൽ ഡ്രാഗോ. ഓക്കെ, അപ്പോൾ ചെയ്യാൻ പോവാണ് ഗൈസ്. ലോഞ്ച് ചെയ്യാൻ പോവാണ്. 3, 2, 1 ഗൈസ്. കഴിഞ്ഞത്രേ ഉള്ളൂ, ഈസിയാണ് ഗൈസ്. ഇത് വീക്കസ്റ്റ് ആയിരിക്കും തോന്നുന്നു, അറിയില്ല ഗൈസ്, എനിക്ക് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതാണോ വീക്ക്. ഓക്കെ ഗൈസ്, ഇനി അടുത്തതാണ് റെഡ് കളർ. ഇതാണ് സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ്. അപ്പോൾ ലോഞ്ചർ സെറ്റ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, ലോഞ്ചർ സെറ്റാക്കി. റെഡ് ബേബ്ലേഡിൻ്റെയും ബ്ലൂ ബേബ്ലേഡിൻ്റെയും സെറ്റാക്കിയിട്ടുണ്ട്. ഇതായിരിക്കും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു. ഓക്കെ ഗൈസ്, തന്നെ വീണു. ഓക്കെ,
ഓക്കെ, അപ്പോൾ അതായിരിക്കും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ഇതൊന്നും അറിയില്ല, നോക്കാം. അപ്പോൾ ഗൈസ് എല്ലാത്തിൻ്റെ സ്പെഷ്യൽ മൂവ്സ് കാണിച്ചു തരാം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഈ ബാറ്റിൽ ആരാ ജയിക്കണമെന്ന് നോക്കാം. ഇത് രണ്ടും കുറച്ച് ഈക്വൽ പവർ പോലെയാണ്, പക്ഷെ റെഡിന് സ്റ്റാമിന അത്രയില്ല. വേഗം സർവൈവർ ഫിനിഷായി, വേഗം കഴിയും ഗൈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പെഷ്യൽ മൂവ്സ് കാണിച്ചു തരാം. ഫസ്റ്റ് സ്വാഡ് സ്കോർപ്പിയൻ്റെ തന്നെ കാണിച്ചു തരാം. സ്വാഡ് സ്കോർപ്പിയൻ. ഓക്കെ ഗൈസ്, അതായത് സ്പെഷ്യൽ മൂവ് വരുന്ന അറിയില്ല, റാൻഡം ആണ് ഗൈസ്. ചിലപ്പോൾ സ്പിന്നിങ് സ്കോർപ്പിയൻ പറഞ്ഞത് വരും, ചിലപ്പോൾ സ്വാഡ് ഫ്ലവർ പറഞ്ഞത് വരും. അതൊക്കെ ഉണ്ട് ഗൈസ്, ഫ്ലവർ പോലെ വെച്ചിട്ടാണ്. ഇതിൻ്റെ പേരാണ് സ്വാഡ് ഫ്ലവർ. ഇതാണ് ഗൈസ് സ്വാഡ് ഫ്ലവർ. ഇതാ ഫ്ലവർ പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ സ്പിന്നിങ് സ്കോർപ്പിയൻ എങ്ങനെ വരുമോന്നേ അറിയില്ല ഗൈസ്, റാൻഡം ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, നോക്കാം ഗൈസ്. സ്പിന്നിങ് സ്കോർപ്പിയനാണ് കുറച്ചും കൂടി റയർ ഗൈസ്. ഗൈസ് ഇത് വന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം ചുറ്റാ വന്നത്, ഞാൻ വേഗം വീഡിയോ ഓഫാക്കാം ഗൈസ്. സ്പിന്നിങ് സ്കോർപ്പിയൻ കണ്ട ഗൈസ്, വെളിയിൽ നിന്ന് ഉള്ളിലേക്ക് അങ്ങനെ മെല്ലെ ചുറ്റി വരണേ ഗൈസ്. എന്നിട്ട് നടുവിലേക്കെത്തിയതാ, നടുവിലേക്കെത്തി. അപ്പോൾ അതാണ് സ്വാഡ് സ്കോർപ്പിയൻ്റെ അറ്റാക്ക്. ഇനി അടുത്തത് റെഡ് കളർ ബെയ്ബ്ലേഡ് വെബ് ഫാങ്ങിൻ്റെ കാണിച്ചുതരാം. ഗ്രീൻ കളർ വെബ് ഫാങ്ങിൻ്റെയും കാണിച്ചുതരാം ഗൈസ്. എന്താ വെച്ചാൽ ഒരേ തന്നെയല്ലേ. ഫസ്റ്റ് റെഡ് കളറിൻ്റെ കാണിച്ചുതരാം. ഇതാ കണ്ട ഗൈസ്, എവിടെ നിന്ന് നോക്കിയതാ സെൻറ്ററിൽ വന്ന് നിന്നില്ലേ? ഇത് കറക്റ്റ് സെൻറ്റർ വന്ന് നിന്നു. സെൻറ്ററിൽ തന്നെയല്ലേ ഇതാവണേ, അതാണ് സ്റ്റിക്കി സെൻറ്റർ പറഞ്ഞിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഇടയ്ക്ക് സ്വാഡ് ഫ്ലവർ ചെയ്യും ഗൈസ്, ഇടയ്ക്ക് ചിലപ്പോഴേ വരുള്ളൂ. ഇനി വേറെ വെബ് ഫാങ്ങിൻ്റെ കാണിച്ചുതരാം. ഗ്രീൻ വെബ് ഫാങ്ങിൻ്റെ കാണിച്ചുതരാം. ഇതാ സെൻറ്ററിലെത്തി. ഇത് രണ്ടും സെൻറ്ററിലെത്തിണ്ട് പെട്ടെന്ന്, അതാണ് ഇതിൻ്റെ സ്റ്റിക്കി സെൻറ്റർ എന്നിട്ട്. ഓക്കെ, ഇനിയും ഡ്രാഗൺ വേൾവിൻ്റെ പറഞ്ഞത് എനിക്ക് സത്യമായിട്ട് എങ്ങനെ വർക്കാവുമെന്ന് പോലും അറിയില്ല. ഞാൻ ഇങ്ങോട്ട് എങ്ങനെ ഞാൻ ഇതിൻ്റെ ഇങ്ങനെയുള്ള ബേബ്ലേഡാണ്, ഇങ്ങനത്തെ ടൈപ്പൊക്കെയാണ് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ എന്താണ് ഡ്രാഗൺ വേൾവിൻ്റെ നാക്കിക്കോ പറഞ്ഞു. എങ്ങനെയാണ് വർക്കാവുക എന്നറിയില്ല ഗായ്സ്. ഇതിൽ ഏതെങ്കിലും നല്ലൊരു മൂവ് പോലെ കണ്ടാൽ അതിനെ അത് പേരിടാം ഗൈസ്. അപ്പം എന്നെ ഹെൽപ്പ് നടുവിൽ തന്നെ എത്തി. ഇതിനും മുന്നാണ്ട് സ്റ്റിക്കി സെൻറ്റർ വെച്ചാലും പക്ഷെ നല്ല സ്പീഡ് വിടാൻ നോക്കട്ടെ. ഇതും സ്വാഡ് ഫ്ലവർ പോലെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് ഗൈസ് പിന്നെ ആക്കട്ടെ നല്ല സ്പീഡിൽ. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ പോകണില്ലേ ഗൈസ്. അത് ഡ്രാഗൺ വേൾവിൻ്റെ വേണോ അല്ല ഡ്രാഗൺ ഡാഷ് എന്ന് വെക്കുക അല്ലേ ഗൈസ്. നമ്മൾ തന്നെ പേരുണ്ടാക്കി, നമ്മൾ ഒന്നും വേണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം ഡ്രാഗൺ ഡാഷ് എന്ന് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പോകണത് കണ്ടില്ലേ ഗൈസ്. പിന്നെയും കിട്ടണ്ടോ നോക്കട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, കുറച്ച് സ്പീഡ് വേണം, സ്പീഡിലാക്കി നോക്കട്ടെ. കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ ഇടയ്ക്കേ വരുള്ളൂ, ഒരു 2 പ്രാവശ്യം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഇതിന് സ്പെഷ്യൽ ഉണ്ടാക്കി. അപ്പോൾ സ്പെഷ്യൽ അറ്റാക്കും കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ലോഞ്ചർ പുതിയതായി ഓർഡർ ചെയ്തതാണ്. ഇനി ഞാനും ചേച്ചിയും ഇതും കൂടി എല്ലാവരും ബാറ്റിൽ ചെയ്യുമ്പോൾ ഒരു വീഡിയോ വരും ഗൈസ്. അപ്പം ബൈ ബൈ.